നിങ്ങൾ ഒരു തവണ ഫിഷ് ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും കഴിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല അടിപൊളി അയക്കൂറ ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ആദ്യം മസാല തേച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഹാഫ് ലെമണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൊത്തത്തിലും എടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ മീനിലേക്കും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1-2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. തലേദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം. അതാണ് കേട്ടോ ഫിഷ് ബിരിയാണീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഫിഷ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഫിഷൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ മസാല റെഡിയാക്കി എടുക്കുന്നത്. സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടണം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ട് ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് അങ്ങ് കളയുന്നൊന്നുമില്ല കേട്ടോ. അധികം ആളുകൾക്കുള്ള പരാതിയാണ് കേട്ടോ നമ്മൾ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ റൈസിൽ മൊത്തത്തിൽ കിട്ടുന്നില്ല എന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ തൈരും അരിഞ്ഞച്ച മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ പൊരിച്ച് വെച്ച മീനില്ലേ അതിന് ഒരു പീസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. മസാലയ്ക്ക് മൊത്തത്തിൽ ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാൻ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഫ്രൈ ആക്കി വെച്ച ഫിഷും കുറച്ചൊരു മല്ലിയും പുതിനയും കൂടെ ചേർത്ത് വെച്ചെടുത്തിട്ട് അതവിടെ അടച്ചു വെക്കുക. ശേഷം നമുക്ക് നെയ്ച്ചോറ് കുക്ക് ചെയ്തെടുക്കുക. അത് ഞാനിതിൽ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ഫിഷ് ഒഴികെ കുറച്ച് മസാല എടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇടയിൽ ദം ചെയ്യുമ്പോൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ അപ്പോൾ കിട്ടും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ദം ചെയ്തെടുക്കാം കേട്ടോ.